നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിയുടെ പ്രചാരണ തന്ത്രങ്ങളെയും മുദ്രാവാക്യങ്ങളെയും പരസ്യമായി വിമർശിച്ച് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ P. രാജീവ് രംഗത്ത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകിയതെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. പാർട്ടി നടത്തിയ ആത്മപരിശോധനയുടെ ഭാഗമായാണ് ഈ തുറന്നു പറച്ചിൽ. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം വോട്ടർമാർക്കിടയിൽ വലിയൊരു രാഷ്ട്രീയ അബദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമിതമായ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് രൂപം നൽകിയ ഈ മുദ്രാവാക്യം ജനങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്നതിലുപരി അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണ തുടർച്ച തേടുമ്പോൾ പുലർത്തേണ്ട ജനാധിപത്യപരമായ വിനയമോ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളെയും ആശങ്കകളെയും ഗൗരവമായി കാണാനുള്ള വിവേകമോ ഈ മുദ്രാവാക്യത്തിൽ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് P. രാജീവ് വ്യക്തമാക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ വികസനത്തിന്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ മറ്റൊരു മാർഗമില്ല എന്ന രീതിയിലുള്ള ഈ പ്രഖ്യാപനം സ്വാഭാവികമായും വോട്ടർമാരിൽ ഒരുതരം നിർബന്ധിക്കലിന്റെയും അവജ്ഞയുടെയും പ്രതീതിയാണ് ഉളവാക്കിയത്. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് മറ്റ് തിരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് തങ്ങളെ തന്നെ പിന്തുണച്ചേ തീരൂ എന്ന നിലപാടിലേക്കുള്ള ഈ മാറ്റം വോട്ടർമാർക്കിടയിൽ വലിയ അതൃപ്തിക്കും പ്രതിഷേധത്തിനുമാണ് കാരണമായത്. ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച സന്ദേശം ജനങ്ങളിൽ വലിയൊരു അകൽച്ച സൃഷ്ടിക്കുകയും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ആത്മപരിശോധനയിലെ പ്രധാന കണ്ടെത്തൽ. ചുരുക്കത്തിൽ ജനങ്ങളെ കൂടെ കൂട്ടുന്നതിന് പകരം അകറ്റാനിടയാക്കിയ ഇത്തരം മുദ്രാവാക്യങ്ങളും സമീപനങ്ങളും ഭാവിയിൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുമ്പോൾ പാർട്ടി കൂടുതൽ ജാഗ്രതയോടെയും വിനയത്തോടെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന വലിയ പാഠമാണ് ഈ തിരിച്ചടിയിൽ നിന്ന് ലഭിക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സംഭവിച്ച പാളിച്ചകളെ അതീവ ഗൗരവത്തോടെയാണ് P. രാജീവ് വിലയിരുത്തുന്നത്. വർഗ ബഹുജന സംഘടനകൾ പൂർണ്ണമായും സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന പാർട്ടിയുടെ പ്രഖ്യാപിത നയം പലപ്പോഴും രേഖകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി മാറിയെന്നും പ്രായോഗിക തലത്തിൽ ഇതിന് വലിയ പോരായ്മകൾ സംഭവിച്ചുവെന്നും അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനുമായുള്ള വിഷയത്തിൽ പാർട്ടിക്ക് വലിയ തെറ്റുപറ്റിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടതും ഇത്തരം നിർണായക വിഷയങ്ങൾ കൃത്യസമയത്ത് ഇടപെടാൻ സാധിക്കാതെ പോയതും വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ച ഈ പിഴവുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ ശ്രദ്ധേയമാണ്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ അൺഡു ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്താൻ സാധിക്കാത്ത വിധം സങ്കീർണവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണെന്ന യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സംഘടനാപരമായ ഈ വീഴ്ചകളും പ്രായോഗിക സമീപനങ്ങളിലെ അപാകതകളും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ അടിമുടി മാറ്റം അനിവാര്യമാണെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് P. രാജീവിന്റെ ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും തത്തുല്യമായ നിയമ നടപടികളെയും അതീവ ഗൗരവത്തോടെയാണ് P. രാജീവ് ഈ ആത്മപരിശോധനയിൽ സമീപിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ കൂടുതൽ കർശനവും സമയബന്ധിതവുമായിരിക്കണമായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നുണ്ട്. പാർട്ടിയുടെ സംഘടനാപരമായ സാങ്കേതികത്വങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അപ്പുറം ജനങ്ങളുടെ വിശ്വാസത്തെയും വികാരത്തെയും ആഴത്തിൽ മാനിക്കേണ്ടിയിരുന്നു എന്ന് വലിയ തിരിച്ചറിവാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിഭാഗം അഭിഭാഷകനെ തന്നെ കേസിൽ സർക്കാർ വക്കീലാക്കിയതുപോലുള്ള നടപടികൾ പാർട്ടിയുടെ പൊതുജനസമ്മതിക്കും പ്രതിച്ഛായയ്ക്കും വലിയ മങ്ങലേൽപ്പിച്ചുവെന്നും ഇത്തരം വീഴ്ചകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ തകർക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വിഷയങ്ങൾ വെറും രാഷ്ട്രീയ വിവാദങ്ങളായി തള്ളിക്കളയാതെ ഭാവിയിൽ സമാന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെയും ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടും മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്നും ഇത് ഗൗരവകരമായ ചർച്ചകൾക്ക് വിധേയമാക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ചുരുക്കത്തിൽ നിയമപരമായ നടപടികൾക്കൊപ്പം ജനങ്ങളുടെ വിശ്വാസത്തെ കൂടി സംരക്ഷിക്കുന്നതിൽ വന്ന വീഴ്ചകൾ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തുറന്നു കാട്ടുന്നത്. തുടർഭരണത്തിന്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു പാർട്ടി. വികസന പ്രവർത്തനങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിയാൽ ജനങ്ങൾ വിജയിക്കുമെന്ന അമിത വിശ്വാസം തിരിച്ചടിയായെന്ന് രാജീവ് സമ്മതിക്കുന്നു. ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന പരിശോധനകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും വികസനത്തിനപ്പുറമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ അവഗണിച്ച് വലിയ തെറ്റായി പോയെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പഠനമാണ്. സാങ്കേതികത്വങ്ങൾ നോക്കി സമയം കളയാതെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന രീതിയിലേക്ക് മാറണമെന്നതാണ് ഈ തിരിച്ചറിവ് നൽകുന്ന സന്ദേശം. വരും കാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുമാണ് രാജീവിന്റെ നിലപാട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അശ്രദ്ധകൾ പോലും വലിയ തിരിച്ചടികളിലേക്ക് നയിക്കുമെന്നതിന്റെ തെളിവാണ് ഈ തുറന്നു പറച്ചിൽ.
പി രാജീവിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇത്തരം വിമർശനങ്ങളുമായി വരുന്നത് CPM-നുള്ളിലെ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി പാർട്ടി മാറുമോ എന്നത് വരും കാല രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ കാണാം.